കണ്ണൂർ പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ പ്രവർത്തകർക്ക് മുന്നിൽ വിശദീകരണവുമായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അടിസ്ഥാനമില്ലാത്ത പൊട്ടക്കണക്ക് കൊണ്ടുവരുന്നു. വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം തയ്യാറാക്കിയത് KC ഉമേഷ് ബാബുവിന്റെ വീട്ടിൽ വെച്ചാണെന്നും KK രാഗേഷ് ആരോപിച്ചു. ആ വിഷയം സംബന്ധിച്ച് ഈ കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് മുമ്പാകെ വെച്ചുള്ള കണക്ക് പാർട്ടിക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന കണക്കായിരുന്നില്ല. കാരണം അദ്ദേഹം പറയുന്നത് പൊട്ടക്കണക്ക് എഴുതി വെച്ചിരുന്നു. ഞങ്ങൾ നോക്കി കണ്ണൂർ ഈ കുഞ്ഞികൃഷ്ണൻ വീണ്ടും പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് ആ അഡ്രസ് KC ഉമേഷ് ബാബുവിന്റെ അഡ്രസ് വീട്ടു അഡ്രസ് നിങ്ങൾ നോക്കിക്കോ. ആ വീഡിയോ കോപ്പിയിൽ കാണാം. ഉമേഷ് ബാബുവിന്റെ അഡ്രസ്സാണ്. ഉമേഷ് ബാബുവിന്റെ വീട്ടിൽ തയ്യാറാക്കിയ പുസ്തകം. അജീഷ് ജയകുമാർ വിവരങ്ങളുമായുണ്ട്. അജീഷ്, ഈ കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് പുറത്താകാൻ ഇടവരുത്തിയതും അതിനുശേഷം അണികൾ നേതൃത്വത്തെ തിരുത്തണമെന്നൊരു പുസ്തകം രചിക്കാൻ ഇടവരുത്തിയതുമായ സംഭവങ്ങളിലാണല്ലോ KK രാഗേഷ് ഇപ്പോൾ അതിനെ പരാമർശിച്ചുകൊണ്ടാണല്ലോ സംസാരിച്ചത്. അതിൽ എന്താണ് കുഞ്ഞികൃഷ്ണനെതിരെ ഉയർത്തിയ ആരോപണം? ഈ കുഞ്ഞികൃഷ്ണന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 6-ന് KK രാഗേഷ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അന്ന് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയുമാണ് ഇപ്പോഴും KK രാഗേഷ് ചെയ്യുന്നത്. പക്ഷേ അതിപ്പോൾ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയാണ് KK രാഗേഷ് ചെയ്തത്. ഇന്നലെ മുതൽ കണ്ണൂർ ജില്ലയിൽ LDFന്റെ നേതൃത്വത്തിൽ ഒരു മണ്ഡല വികസന മുന്നേറ്റ ജാഥ തുടങ്ങിയിട്ടുണ്ട്. അതാത് MLA-മാരാണ് അതാത് മണ്ഡലങ്ങളിൽ ഈ ജാഥ നയിക്കുന്നത്. പയ്യന്നൂരിൽ TI മധുസൂദനാണ് ഈ ജാഥ നയിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടന പൊതുയോഗത്തിൽ വെച്ചാണ് KK രാഗേഷ് ഈ കുഞ്ഞികൃഷ്ണനെതിരെ വീണ്ടും ഈ ആരോപണം ഉന്നയിച്ചത്. കുഞ്ഞികൃഷ്ണൻ്റേത് പൊട്ടക്കണക്കാണ്. KC ഉമേഷ് ബാബു, രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള KC ഉമേഷ് ബാബുവിന്റെ വീട്ടിൽ വെച്ചാണ് ഈ പുസ്തകം എഴുതിയത്. ജനങ്ങൾക്ക് മുൻപിൽ നേരത്തെ തന്നെ ഈ പാർട്ടി കമ്മിറ്റിയിൽ നേരത്തെ തന്നെ ഈ കണക്ക് അവതരിപ്പിച്ചതാണ്, അവിടെ തീർപ്പാക്കിയതാണ്. 6 വർഷം മുമ്പ് നടന്ന സംഭവം വീണ്ടും തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഉന്നയിക്കുകയാണ് വി കുഞ്ഞികൃഷ്ണൻ ചെയ്തത്. ജനങ്ങൾക്ക് മുൻപിൽ കണക്ക് അവതരിപ്പിക്കാൻ ഒരു മടിയുമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പ്രസംഗത്തിൽ KK രാഗേഷ് ആവർത്തിക്കുന്നത്. ഈ KC ഉമേഷ് ബാബുവിന്റെ വീട്ടിൽ വെച്ച് ഈ പുസ്തകം എഴുതിയത് എന്നുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ ഈ സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതിൽ വി കുഞ്ഞികൃഷ്ണനും KC ഉമേഷ് ബാബുവും തന്നെ ഒരു വിശദീകരണം നൽകിയിരുന്നു. നമ്മളത് വാർത്തയും നൽകിയിരുന്നു. അതായത് ഈ പുസ്തകത്തിന്റെ PDF ഫോർമാറ്റിൽ ആദ്യം ഒരു PDF ഫോർമാറ്റായിരുന്നു പ്രചരിച്ചത്. ഈ PDF ഫോർമാറ്റിന്റെ തുടക്കത്തിൽ ഇതിന്റെ വിലാസം ഈ കണ്ണൂർ പാറക്കണ്ടി എന്നുള്ളൊരു വിലാസമാണ്. അത് KC ഉമേഷ് ബാബുവിന്റെ അഡ്രസ്സാണ്. ഈ അഡ്രസ്സ് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ PDF-ൽ കുഞ്ഞികൃഷ്ണന്റെ വിലാസം എന്ന രീതിയിൽ പ്രചരിച്ചത്. പക്ഷേ പുസ്തകം അച്ചടിച്ച് വന്നപ്പോൾ കുഞ്ഞികൃഷ്ണന്റെ യഥാർത്ഥ വിലാസം തന്നെയാണ് വന്നത്. ഇത് കുഞ്ഞികൃഷ്ണൻ തന്നെ അതൊരു പിശക് പറ്റിയതാണ്, യഥാർത്ഥത്തിൽ അച്ചടിച്ച പുസ്തകത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല തുടങ്ങിയ വിശദീകരണം അദ്ദേഹം തന്നെ നൽകിയതാണ്. പക്ഷേ ഇത് താൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക് കൃത്യമായ കണക്ക് പറയാതെ തന്നെ വ്യക്തിപരമായി വേട്ടയാടാനാണ് CPM പ്രവർത്തകരും CPM നേതൃത്വവും ശ്രമിക്കുന്നത് എന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണൻ തുടക്കം മുതൽ പറയുന്നത്. എന്തായാലും ഈ കണക്ക് പാർട്ടിക്ക് ബഹുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് CPM നേതൃത്വം പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയ്ക്കും അത്തരത്തിലൊരു നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ഒരു പൊതുയോഗത്തിൽ വീണ്ടും ഈ കുഞ്ഞികൃഷ്ണനെതിരെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്രമണം CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ശരി, പയ്യന്നൂർ ഫണ്ട് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളിലും പുറത്ത് നൽകിയ വിശദീകരണം ഒരു പൊതുയോഗത്തിൽ ഇപ്പോൾ KK രാഗേഷ് അതിന്റെ തുടർച്ചയെന്നോണം പ്രസംഗിച്ചിരിക്കുന്നു. ഈ പുസ്തകം തയ്യാറാക്കിയ രീതി ഇതൊരു പൊട്ടക്കണക്കാണ് വി കുഞ്ഞികൃഷ്ണൻ അവതരിപ്പിച്ചതെന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് KK രാഗേഷ് ഉയർത്തിയിരിക്കുന്നത്. അജീഷ് ജയകുമാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.